ഹായ്, വെൽക്കം ടു പാട്ടും പാചകവും. 2 നേന്ത്രപ്പഴം കൊണ്ടാണ് അന്ന് വന്നേക്കണത്. ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ അധികം ചേരുവകളൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയാലോ. വെറും 2 നേന്ത്രപ്പഴം മതി. എന്തൊക്കെ ബാക്കി സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ. 2 നേന്ത്രപ്പഴം 4 പീസാക്കി കൊത്തി അരിഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ മധുരത്തിന് പാകത്തിന് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. റവ ഏത് പാത്രത്തിലാണോ എടുത്തിക്കുന്നത് അതേ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ തേങ്ങ എടുത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങയുടെ പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പ് പാലുണ്ട് കേട്ടോ. 1 കപ്പ് റവക്ക് നമ്മൾ 1.5 കപ്പ് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിക്കട്ടെ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം നന്നായി ഒന്ന് വാട്ടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പഴം നന്നായി വാടി നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വല്ലാതെ അങ്ങോട്ട് ഉടക്കുന്നതിന് മുന്നേ നമ്മൾ റവ ഇടുന്നുണ്ട്. എടുത്ത് വെച്ചാൽ 1 കപ്പ് റവ മുഴുവനായിട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. റവ നന്നായി ഒന്ന് വറുത്ത് വന്നപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചിരകി വെച്ചാൽ 1 കപ്പ് തേങ്ങ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആയതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പശുവിൻ പാലാണ് ഉള്ളതെങ്കിൽ അതൊഴിക്കുക, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ഏതായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. എനിക്കൊരു പൊടിയും കൂടി ഇഷ്ടപ്പെട്ടത് തേങ്ങാപ്പാൽ ഒഴിച്ചതാണ്. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തീ സിമ്മിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറുക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. അധികം ടൈമൊന്നും വേണ്ടി വരില്ല റവ കുറുകി വരാൻ, പെട്ടെന്ന് തന്നെ ആയിക്കോളും. പക്ഷേ തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിമ്മിലിട്ടതിന് ശേഷം പതുക്കെ ഇളക്കി യോജിപ്പിച്ച് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം കുറച്ച് ഏലക്കാപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ പരത്തിയിട്ട് ചതുര കഷ്ണമാക്കി മുറിച്ചെടുക്കുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇന്നതൊരു ബോളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആ പഴമൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടി. ആ ഒരു തേങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടി അടിപൊളി സാധനം തന്നെയാണ്. ഇങ്ങനെ തന്നെ കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞാനിതൊരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഉരുളകളൊന്നും പൊട്ടിപ്പോവാതെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ 2 ഭാഗം ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് കൂടെ കൂട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ.